എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ കുട്ടപ്പന്റെ അടുത്തേക്ക് ലീയും നെജിയും ടെൻടണും ഓടി വരും. ആ സ്റ്റാർ എവിടെ, അതാരാ കൊണ്ടുപോയേ എന്ന് അവർ ചോദിക്കുമ്പോ കുട്ടപ്പൻ പറയും മാസ്ക് ഇട്ട ആരോ വന്ന് ആ സ്റ്റാറുമായിട്ട് ഇപ്പൊ പറന്നുപോയി. അവർക്കത് വിശ്വസിക്കാൻ കഴിയാതെ ഇപ്പൊ ഷിനോ ആവട്ടെ അവന്റെ വ്യാവു കണ്ണു വെച്ച് നോക്കുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് ആ ഒരാള് സ്റ്റാറുമായിട്ട് പറന്നു പോകുന്നത് കാണുക. കട്ട് ചെയ്താ ഇപ്പൊ ഹൊക്കാഗയുടെ ഓഫീസില് നമ്മുടെ അസിസ്റ്റന്റ് ചേച്ചി പറയും 700 വർഷങ്ങൾക്ക് മുൻപാണ് ആ സ്റ്റാർ വില്ലേജിലേക്ക് ഉൽക്ക വന്ന് വീണത്. അതാദ്യം കണ്ടെത്തിയത് മരിച്ചുപോയ അന്നത്തെ ഹൊക്കാഗയാണ്. മാത്രമല്ല ആ ഒരു സ്റ്റാറിൽ നിന്ന് പവർ അബ്സോർബ് ചെയ്യാൻ കഴിയുമെന്നും കണ്ടുപിടിച്ചത് മറ്റാരുമല്ല അതേ ഹൊക്കാഗ തന്നെയാണ്. അന്നു മുതൽ ഒരുപാട് വർഷക്കാലം ആ ഒരു സ്റ്റാറിന്റെ എനർജി കൊണ്ട് അവിടെയുള്ള എല്ലാവരും പവർ അബ്സോർബ് ചെയ്തു. പക്ഷെ അതിനുശേഷം തേർഡ് ഹൊക്കാഗെ എന്തൊക്കെയോ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ആ ഒരു ട്രെയിനിങ് അത് ചെയ്യാൻ പാടില്ല എന്ന് ഗ്രാമത്തിൽ ഉത്തരവിറക്കി. പിന്നീട് തേർഡ് ഹൊക്കാഗയുടെ മരണത്തിന് ശേഷമാണ് വീണ്ടും അതുപയോഗിച്ച് പ്രാക്ടീസ് തുടങ്ങിയത്. പക്ഷെ എന്തുകൊണ്ടാണ് ആ ട്രെയിനിങ് സ്റ്റോപ്പ് ചെയ്തതെന്നും പിന്നീട് വീണ്ടും തുടങ്ങിയതെന്നും ആർക്കും അറിയില്ല. പക്ഷെ പുറത്തു കേട്ട ചില റൂമേഴ്സ് പ്രകാരം ആ ഒരു സ്റ്റാറിന്റെ പവർ അത് അമിതമായിട്ട് അബ്സോർബ് ചെയ്തു കഴിഞ്ഞാൽ ബോഡിയിൽ ചക്ര പവർ ഓവർഫ്ലോ ആയി മരണത്തിന് തന്നെ കാരണമായേക്കാം. അങ്ങനെ ഒരുപാട് പേര് അവരുടെ ഗ്രാമത്തിൽ മരിച്ചതിനെ തുടർന്നാണ് ആ ഒരു പ്രാക്ടീസ് അവിടെ നിർത്തിവെപ്പിച്ചത്. നെക്സ്റ്റ് ഡേ സ്റ്റാർ വില്ലേജില് ഇപ്പൊ നമ്മുടെ എല്ലാ ആൾക്കാരും ചേർന്ന് ആ വില്ലേജിലെ ഹൊക്കാഗയുടെ അടുത്ത് നമ്മുടെ സ്റ്റാർ അത് കാണാതായി, അതാരോ അവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് കുട്ടപ്പൻ പറയും. അതിന് ഹൊക്കാഗ ദേഷ്യപ്പെട്ടു പറയും അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നവര് എന്തുകൊണ്ട് ആ കള്ളനെ തടഞ്ഞില്ല. അതിനവര് പറയും അവിടെ പ്രാക്ടീസ് ചെയ്ത എല്ലാവരെയും ആ ഒരു കള്ളൻ അടിച്ച് താഴെയിട്ടിട്ടാണ് ആ ഒരു സ്റ്റാറുമായിട്ട് അവിടുന്ന് കടന്നു കളഞ്ഞത്. അതിന് സുമറു പറയും അവൻ കുജക്കൂ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടുന്ന് പറന്നുപോയി. അത് കേൾക്കുമ്പോ ഇപ്പൊ ഹൊക്കാഗെ അവൻ ഒരു മിനിറ്റ് ചിന്തിക്കുകയാണ്. കാരണം കുജക്കൂ ടെക്നിക്ക് അത് സ്റ്റാർ വില്ലേജിലുള്ള ആളുകൾക്ക് മാത്രമേ അറിയൂ. മാത്രമല്ല ആ ഒരു സ്റ്റാർ വെച്ച് പ്രാക്ടീസ് ചെയ്ത് കംപ്ലീറ്റ് മാസ്റ്റർ ആയവർക്ക് മാത്രമേ ആ ഒരു ജിപ്സു അത് ഉപയോഗിക്കാൻ കഴിയൂ. ഇപ്പൊ സുമറുവിന് ഒരുപാട് വിഷമായി. ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. ഞാൻ ഒരു കാര്യവും ശ്രദ്ധിക്കാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നുകൊണ്ടാണ് ആ ഒരു സ്റ്റാർ നമുക്ക് നഷ്ടമായെന്ന് പറയുമ്പോൾ നെജി പറയും ആക്ച്വലി ഇത് ഞങ്ങളുടെ തെറ്റാണ്. കാരണം ആ ഒരു സ്റ്റാർ സംരക്ഷിക്കാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് ഞങ്ങൾ തന്നെ എത്രയും പെട്ടെന്ന് ആ ഒരു കള്ളനെ കണ്ടുപിടിച്ച് സ്റ്റാർ തിരികെ ഏൽപ്പിക്കും. അതിന് അക്കഹോഷി പറയും ലീഫ് വില്ലേജിലെ നിഞ്ചകൾ തന്നെയാണ് ആ ഒരു സ്റ്റാർ കണ്ടുപിടിക്കേണ്ടത്. സുമറു എത്രയും പെട്ടെന്ന് ആ ഒരു വില്ലൻ അറ്റാക്ക് ചെയ്ത എല്ലാവർക്കും ഇപ്പൊ കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഇപ്പൊ എല്ലാരും കൂടെ പുറത്തേക്ക് വരുമ്പോ നമ്മുടെ കുട്ടപ്പനാവട്ടെ സുമറുവിനോട് ചോദിക്കും അടികിട്ടിയ നിന്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പൊ ഓക്കെ അല്ലേ? അതിനവൻ കലി കയറി പറയും അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ വേറെ വില്ലേജാണ്, ഞങ്ങളുടെ വില്ലേജിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞ് അവൻ മുഖം തിരിച്ച് അവിടുന്ന് കടന്നു പോകും. അത് കാണുമ്പോ കുട്ടപ്പനാവട്ടെ ഇപ്പൊ കലി കയറി വരും. ഇപ്പൊ നെജി അവൻ ഒരുപാട് ആലോചിച്ചിട്ട് പറയും ആ ഒരു കള്ളൻ തീർച്ചയായിട്ടും ഈ ഗ്രാമത്തിലുള്ളവൻ തന്നെയാണ്. നമ്മൾ ആ കള്ളന്റെ കാര്യം പറഞ്ഞപ്പോ അക്കഘോഷിയുടെ മുഖത്തുണ്ടായ മാറ്റം അത് ഞാൻ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു. നെജി പറയും ലീയും ടെൻടണും ഇന്നു മുതൽ ആ ഹൊക്കാഗെ അക്കഘോഷിയെ വാച്ച് ചെയ്യണം. കുട്ടപ്പനാവട്ടെ ആ സുമറുവെ ക്വസ്റ്റ്യൻ ചെയ്ത് കിട്ടാവുന്ന ഇൻഫർമേഷൻ എല്ലാം തന്നെ കളക്ട് ചെയ്യണം. അത് കേൾക്കുമ്പോ നമ്മുടെ കുട്ടപ്പന് ഒരുപാട് ഹാപ്പിയാവും. കട്ട് ചെയ്താ ഇപ്പൊ സുമറു പയ്യന് ഒരുപാട് വിഷമായി ഒരു നെക്ലേസ് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. അവനും കുട്ടപ്പനെ പോലെ പപ്പയും മമ്മയും ഇല്ല. അവര് രണ്ടുപേരും ഈ ഗ്രാമത്തിനു വേണ്ടി മരണപ്പെട്ടവരാണ്. അവൻ അവരെ ഓർത്ത് ആകാശത്തിലെ നക്ഷത്രങ്ങൾ നോക്കി അങ്ങനെ നിൽക്കുമ്പോ കുട്ടപ്പൻ അവിടേക്ക് വരും. അപ്പൊ കുട്ടപ്പൻ നീ എന്താ ചെയ്യണേന്ന് അവന്റെ അടുത്ത് ചോദിക്കുമ്പോ അവൻ പറയും ഞാൻ നക്ഷത്രങ്ങളെ നോക്കാണ്. ആ ചുവന്ന നക്ഷത്രം അത് കാണാൻ ഒരുപാട് ഭംഗിയുണ്ട്. അങ്ങനെ നമ്മുടെ ആൾക്കാര് ഇപ്പൊ എല്ലാം മറന്ന് ആ ഒരു നക്ഷത്രങ്ങളെയൊക്കെ നോക്കി കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ കുട്ടപ്പൻ ഒരു ചോക്ലേറ്റ് ബോക്സ് എടുത്ത് നിന്റെ ഫ്രണ്ട്സൊക്കെ എവിടെ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇത് കഴിക്കാന്ന് പറയും. അതിനച്ചക്കൻ പറയും എനിക്കെങ്ങും വേണ്ട, നിനക്ക് വേണമെങ്കിൽ അവർക്ക് കൊണ്ടുപോയി കൊടുക്ക്. അവരിപ്പോ ട്രെയിനിങ് റൂമിന്റെ തൊട്ടടുത്തുണ്ടെന്ന് പറഞ്ഞ് അവൻ ഓടി അങ്ങോട്ട് പോകും. അത് കേൾക്കുമ്പോ കുട്ടപ്പന് ഒരുപാട് ദേഷ്യം വന്ന് ഇപ്പൊ തലയ്ക്ക് കൈവച്ചിരിക്കും. ഇപ്പൊ കുട്ടപ്പൻ ആ ഒരു ജെല്ലിമുട്ടായുമായിട്ട് അവിടെ ചെന്ന് കതക് നോക്ക് ചെയ്യുമ്പോ ആരും തുറക്കില്ല. അവൻ എങ്ങനെയൊക്കെയോ ആ ഒരു ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് കയറുമ്പോ അവിടെ ഒരാൾ മാത്രം ഇപ്പൊ കിടക്കുന്നതായിട്ട് കാണും. അവനെ കണ്ട് കുട്ടപ്പൻ ഹലോ കുട്ടാ, ഇത് ഞാനാണ് നറൂട്ടോ,
ബാക്കിയുള്ളവർ എവിടെയും ചോദിക്കുമ്പോ ആ സമയത്ത് ഇപ്പൊ മേലെ നിന്ന് എന്തോ ഒരു സാധനം വന്ന് കുട്ടപ്പന്റെ കഴുത്തേല് അങ്ങനെ പിടിക്കും. അപ്പൊ അവിടെ കിടന്ന മിസോറ എന്ന് പറഞ്ഞ പെണ്ണ് ഇപ്പൊ വിളിച്ചു പറയും, അവനൊന്നും ചെയ്യരുത് ഹൊഗൂട്ടോ, അവൻ നമ്മളെ ഉപദ്രവിക്കാൻ വന്നതല്ല എന്നിപ്പോ വിളിച്ചു പറയും. അവൻ കഴുത്തേന്ന് വിടുമ്പോഴായിരിക്കും നമ്മുടെ കുട്ടപ്പൻ അവരെ രണ്ടുപേരെയും കാണാ. കുട്ടപ്പൻ പറയും, എന്റെ പേര് നറൂട്ടോ ഉസുമാക്കി, ഞാൻ ലീഫ് വില്ലേജിൽ നിന്ന് നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഇവിടേക്ക് വന്നതാണ്. കുട്ടപ്പൻ അപ്പൊ കയ്യിലേക്ക് നോക്കുമ്പോ അവന്റെ കയ്യില് ആ ഒരു ജെല്ലിമുട്ടായി കാണില്ല. തിരിഞ്ഞു നോക്കുമ്പോ അവിടെയുള്ള ഒരുത്തിന്റെ ഹൗസിംഗില് അതങ്ങനെ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഹൊക്കാഗയുടെ അടുത്ത് രണ്ടുപേര് വന്ന് അവര് തന്നെയാണ് നമ്മുടെ സ്റ്റാർ അടിച്ചുകൊണ്ട് പോയത്. അതിലൊരാള് സ്റ്റാർ ട്രെയിനിങ് മുഴുവനായിട്ടും കംപ്ലീറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈസി ആയിട്ട് ആ ഒരു സ്റ്റാർ അവിടുന്ന് എടുക്കാൻ കഴിഞ്ഞത്. അത് കേട്ട് ഹൊക്കാഗെ ഞെട്ടും. നമുക്ക് എത്രയും പെട്ടെന്ന് അത് അവിടുന്ന് കണ്ടെടുക്കണം. അപ്പൊ ഇവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ആ സ്റ്റാർ അതാരാണ് അവിടുന്ന് അടിച്ചു മാറ്റിയതെന്ന്. അതിന് ഹൊക്കാഗെ പറയും, കുഴപ്പമില്ല, നമുക്ക് ഈസി ആയിട്ട് അത് തിരിച്ചെടുക്കാം. അതിന് പറ്റിയൊരു തുറുപ്പ് ചീട്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പൊ അവർ രണ്ടുപേരും ചിരിച്ചിട്ട് തീർച്ചയായിട്ടും അവനെ വെച്ച് തന്നെ നമുക്ക് ആ സ്റ്റാർ സ്വന്തമാക്കാന്ന് പറഞ്ഞ് അവര് പുറത്തേക്ക് പോവും. അപ്പൊ ഹൊക്കാഗെ പറയും, ഇപ്പൊ നമ്മുടെ പിന്നാലെ തന്നെ രണ്ട് കീടങ്ങള് നമ്മളെ വാച്ച് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം അവരുടെ കാര്യത്തില് ഒരു തീരുമാനമാക്കണം. അത് മറ്റാരുമല്ല, നമ്മുടെ ലീയെയും ടെൻറ്റണേയും കുറിച്ചാണ് ആ ഒരു ഹൊക്കാഗെ പറയുക. അപ്പൊ യഥാർത്ഥത്തില് മെയിൻ വില്ലൻ ഈ ഒരു ഹൊക്കാഗെ തന്നെയാണ്. ഇവിടെ കുട്ടപ്പനാവട്ടെ അവന്റെ കയ്യിലുള്ള ജെല്ലിമിഠായി എല്ലാവർക്കും കൊടുത്ത് ഇപ്പൊ ഹാപ്പി ആയിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നറൂട്ടോ കുട്ടപ്പൻ ഇപ്പൊ ഹൊക്കൂട്ടോയോട് ചോദിക്കും, ആ ഒരു കള്ളൻ അവൻ എങ്ങനെയാണ് ആ മോഷണം നടത്തി അവിടുന്ന് പുറത്തേക്ക് പോയത്? ആ ഒരു വില്ലൻ അവൻ വന്ന പാടെ എല്ലാവരെയും അറ്റാക്ക് ചെയ്ത് ആ ഒരു സ്റ്റാറുമായിട്ട് പുറത്തേക്ക് ഓടി. അപ്പൊ അതേ സമയം ഇപ്പൊ മിസോറ ആവട്ടെ ഒരുപാട് പെയിൻ എടുത്ത് അവിടെ കിടന്ന് ഞെരുങ്ങാൻ തുടങ്ങും. അവളോട് എന്തു പറ്റി, എന്തിനാ കരയണേന്ന് ഇപ്പൊ കുട്ടപ്പൻ ചോദിക്കുമ്പോ അവള് പറയും, ഞാൻ ആ സ്റ്റാർ ഉപയോഗിച്ച് ഒരുപാട് പ്രാക്ടീസ് ചെയ്തു, അപ്പൊ മുതൽ എനിക്ക് വേദന ആരംഭിച്ചതാണ്. അപ്പൊ അവൻ ദേഷ്യപ്പെട്ട് പറയും, മറ്റുള്ള വില്ലേജിലുള്ളവരോട് നമ്മൾ ഒരിക്കലും ഈ രഹസ്യങ്ങൾ പറയാൻ പാടില്ല. അപ്പൊ നിങ്ങളും ആ ഒരു സുമറുവിനെ പോലെ തന്നെ വലിയ മണ്ടന്മാരാണ്. ഞങ്ങൾ ആക്ച്വലി ഇവിടേക്ക് വന്നത് തന്നെ നിങ്ങളെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനാണ്. അതിനവര് സുമറുവിന് വേറൊരു വലിയ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് ആ ഒരു സ്റ്റാർ കാത്തു പരിപാലിച്ചത് സുമറുവിന്റെ അച്ഛനും അമ്മയുമാണ്. അങ്ങനെ ഇരിക്കെ മറ്റു വില്ലേജിലുള്ള ഒരുപാട് നിഞ്ചകൾ വന്ന് സുമറുവിന്റെ പാരന്റ്സിനെ അടിച്ചു കൊന്ന് ആ ഒരു സ്റ്റാർ തന്നെ മോഷ്ടിക്കാൻ ശ്രമിച്ചു. അന്നു മുതലാണ് സുമറുവിന് മറ്റു വില്ലേജിലുള്ളവരെ തീരെ ഇഷ്ടമല്ലാതായത്. അത് കേട്ട് ഇപ്പൊ ഒത്തിരി വിഷമത്തില് കുട്ടപ്പൻ ചോദിക്കും, സുമറു അവനെവിടെ? അവനും ഗ്രാമത്തിലുള്ള കുറച്ചു പേരും ചേർന്ന് ആ ഒരു സ്റ്റാർ മോഷ്ടിച്ചവനെ കണ്ടുപിടിക്കാനായി ഇപ്പൊ പുറത്തേക്ക് പോയിരിക്കുകയാണ്. കുട്ടപ്പൻ അത് കേട്ട് ഞെട്ടും. അവനും ഇപ്പോ ആ കള്ളന്മാരെ തേടി പുറത്തേക്ക് ഓടാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇപ്പൊ ലീയും ടെൻറ്റണും ആവട്ടെ ഹൊക്കാഗയുടെ മാൻഷന് മുൻപില് ഒളിച്ചു നിന്ന് ഹൊക്കാഗയുടെ രണ്ട് ശിങ്കിടികള് അവര് പുറത്തേക്ക് പോകുന്നത് ഇപ്പൊ നോക്കി നിൽക്കും. അത് കണ്ടില്ലേ, നമുക്ക് അങ്ങനെ പോയി അവരെ രണ്ടുപേരെയും തലക്കടിച്ച് സൈഡാക്കി തൂക്കി എടുത്തോണ്ട് വരാന്ന് ഇപ്പൊ ടെൻറ്റൺ എടുത്തു പറയും. ടെൻറ്റൺ അവനെ പിടിച്ച് വലിച്ചിട്ട്, അതൊന്നും വേണ്ട, തൽക്കാലം നമുക്ക് അവരെ ഫോളോ ചെയ്യാം, പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അവരെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞ് ഒരു വലിയ ഡ്രമ്മിൽ കയറി നമ്മുടെ രണ്ടാൾക്കാരും അവരെ ഫോളോ ചെയ്ത് ഇപ്പൊ പുറകെ പോവും. അപ്പൊ കുറച്ചു ദൂരം എത്തിക്കഴിയുമ്പോ ആ രണ്ട് ശിങ്കിടികളെയും പെട്ടെന്ന് കാണാതെയാവും. അപ്പൊ നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും നമ്മൾ ഫോളോ ചെയ്യുന്നത് അവര് കണ്ടു കഴിഞ്ഞു. നമ്മുടെ ആൾക്കാർ ഉടനെ ബ്ലേഡൊക്കെ എടുത്ത് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. അങ്ങനെ രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഇപ്പൊ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ടെൻറ്റൺ വിളിച്ചു പറയും, ഞങ്ങൾ ശത്രുക്കളല്ല, നിങ്ങളെ സഹായിച്ച് ആ ഒരു സ്റ്റാർ കണ്ടുപിടിക്കാനാണ് ഇപ്പൊ ഞങ്ങളും ഇവിടേക്ക് വന്നത്. അപ്പൊ ശിങ്കിടികള് അവര് തിരികെ ചോദിക്കും, അപ്പൊ നിങ്ങള് ഞങ്ങളെ തന്നെ സംശയിക്കുകയാണോ? നിങ്ങളുടെ സഹായം തൽക്കാലം ആവശ്യമില്ല, അത് ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളാന്ന് പറഞ്ഞ് രണ്ട് ശിങ്കിടികളും ഇപ്പൊ ഫുൾ കലിപ്പില് അവിടുന്ന് കടന്നു പോകും. അപ്പൊ ടെൻറ്റണ് മനസ്സിലാവും ഇവരുടെ ഇടയിൽ എന്തോ ഒരു ചുറ്റിക്കളി നടക്കുന്നുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ഇവിടെ ഇവരാലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോ സ്റ്റാർ വില്ലേജിലെ എല്ലാവരും ചേർന്ന് അവരുടെ കൈ കോർത്തു പിടിച്ച് ചക്ര പവർ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സ്റ്റാർ അതിപ്പോ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അപ്പൊ അതേ സമയത്ത് ഇവർക്ക് ആ ഒരു സ്റ്റാർ മോഷ്ടിച്ച ആളെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് പിടുത്തം കിട്ടും. അതേ സമയത്ത് കുട്ടപ്പനാവട്ടെ ഇപ്പൊ നെജീര അടുത്തൊന്ന് പറയും, ആ സുമറുവും സ്റ്റാർ വില്ലേജിലുള്ള ഒരുപാട് പേരും ചേർന്ന്
സ്റ്റാർ കണ്ടെത്താനായിട്ട് ഇപ്പൊ എവിടേക്കോ പോയിരിക്കുകയാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് വലിയ അപകടമാണ്. നെജി ഉടനെ അവന്റെ വ്യാഹു കണ്ണുവെച്ച് ഇപ്പൊ ചെക്ക് ചെയ്യുമ്പോ വാലി ഓഫ് ഡെത്തിന്റെ അതേ ഭാഗത്ത് ഇപ്പൊ ഒരുപാട് ചക്ര പവർ ഉയർന്നു നിൽക്കുന്നതായിട്ട് അവന് കാണാൻ കഴിയും. അവരവിടെയുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തണം എന്ന് പറഞ്ഞ് ഇപ്പൊ നെജി ആവട്ടെ അവിടേക്ക് ഓടാൻ തുടങ്ങും. സ്റ്റാർ വില്ലേജിലെ എല്ലാവരും ചേർന്ന് അവനെ പിടിച്ചു വെക്കുമ്പോ അങ്ങനെ തന്നെ അവരുടെ എല്ലാവരുടെയും പവർ തീർന്ന് ഇപ്പൊ മയങ്ങി താഴെ വീഴും. അതിന് സുമറു അവൻ പതിയെ തലപൊക്കി, ദയവ് ചെയ്ത് ആ സ്റ്റാർ അത് ഞങ്ങൾക്ക് തിരികെ തരണം. അപ്പൊ അതേ സമയത്ത് വില്ലനാവട്ടെ അവന്റെ കയ്യില് ഒരുപാട് പവർ എടുത്ത് അവൻ അങ്ങനെ അടിച്ചു തെറിപ്പിക്കാൻ റെഡിയായിട്ട് നിൽക്കുമ്പോ നമ്മുടെ കുട്ടപ്പനും നെജിയും അവിടേക്ക് ചാടി വീണ് കത്തികളും എല്ലാം വെച്ച് വലിച്ചങ്ങോട്ട് എറിയും. പക്ഷെ വില്ലൻ അവൻ സിമ്പിളായിട്ട് അതൊക്കെ തട്ടിവിട്ട് ഇപ്പൊ സുമറുവേൻ തൂക്കിയെടുത്തുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെടും. അത് കണ്ട് കുട്ടപ്പൻ നോ വിടില്ല എന്നും പറഞ്ഞ് ആ വില്ലന്റെ പുറകെ തന്നെ ഇപ്പൊ എടുത്തങ്ങോട്ട് ചാടും. നെജി കറക്റ്റായിട്ട് കുട്ടപ്പൻ അങ്ങനെ തന്നെ കോളറെ തൂക്കിയെടുത്ത് ഇപ്പൊ സേഫ് ആയിട്ട് ഇപ്പൊ ചേർത്ത് പിടിക്കും. നെജി പറയും, താഴെ വിഷപ്പുകയാണ്, നീ താഴേക്ക് പോയാ തീർച്ചയായിട്ടും മരിച്ചു പോവും. അപ്പൊ കുട്ടപ്പൻ ഒരു 2 മിനിറ്റ് ചിന്തിച്ചിട്ട് ഇപ്പൊ എന്തിനായിരിക്കാം സ്റ്റാറിന് പിന്നാലെ ഇപ്പൊ സുമറുവിനെയും തട്ടിയെടുത്തിട്ടുണ്ടാവുക. അവന്റെ പാരന്റ്സിനെ ഓൾറെഡി ആ ഒരു സ്റ്റാറിന് വേണ്ടി ആരൊക്കെയോ ചേർന്ന് വർഷങ്ങൾക്ക് മുൻപേ കൊന്നു കളഞ്ഞതാണ്. അപ്പൊ തീർച്ചയായിട്ടും സുമറുവിനെ വെച്ച് എന്തോ ഒരു ബ്രഹ്മാണ്ഡ പ്ലാനാണ് അവര് തയ്യാറാക്കുന്നത് എന്ന് പറഞ്ഞ് നെജിയും കുട്ടപ്പനും സ്റ്റാറുകളെ നോക്കി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.